ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് റീസെൻ്റ്ലി എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നന്നായിട്ട് ഡാർക്ക് ലിപ്പ് ആവുന്നത്, ലിപ്പ് പിഗ്മെൻറ്റേഷൻ നന്നായിട്ട് കൂടുന്നതൊക്കെ. അപ്പം അത് കൂടുതലും നമുക്ക് സംഭവിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുപാട് ലിപ്സ്റ്റിക്കുകൾ യൂസ് ചെയ്യുമായിരിക്കും. ചിലർ ഡെയിലി യൂസ് ചെയ്യുന്നവരുണ്ട്, ചിലർ വീക്ക്ലി യൂസ് ചെയ്യുന്നവരുണ്ട്, ചിലർ എന്തെങ്കിലും ഫംഗ്ഷന് മാത്രമേ യൂസ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ ചില ലിപ്സ്റ്റിക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലിപ്പ് നന്നായിട്ട് പിഗ്മെൻറ്റഡ് ആയി ഭയങ്കര ഡാർക്ക് കളറാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു പ്രൊട്ടക്ഷൻ എന്നതുപോലെ നമ്മുടെ ലിപ്പ് അങ്ങനെ ആയി കഴിയുമ്പം അത് നമുക്ക് എങ്ങനെയും മാറ്റിയെടുക്കാൻ നോക്കണമെങ്കിൽ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും അതൊക്കെ. അപ്പോൾ അതിനേക്കാട്ടിലും ബെറ്ററായിട്ട് കോമൺലി സ്റ്റുഡൻസിനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് SPF ഉള്ള ലിപ് ബാമുകൾ നമ്മൾ യൂസ് ചെയ്യുന്നതും ഇടയ്ക്കൊക്കെ ലിപ്പിൽ ഒരു മാസ്ക് അപ്ലൈ ചെയ്യുന്നതൊക്കെ. ഒറ്റയടിക്ക് നമ്മുടെ പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ആവത്തില്ലെങ്കിലും കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊരു 2-3 months ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ പറ്റും. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ 2 ലിപ് ബാമിനെ പറ്റിയാണ്. ഓൾറെഡി ഞാൻ റിവ്യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനൽ ഷോർട്ട് വീഡിയോസിൽ ഞാൻ ഇട്ടിട്ടുണ്ട് 2 വീഡിയോയും. രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇത് ഞാൻ പേഴ്സണലി എൻ്റെ ഫേവറേറ്റ് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. വിഷ് കെയറിൻ്റെ ഈ ടിൻറ്റഡ് ലിപ് ബാമാണ്. ഇത് ഇട്ട് കഴിയുമ്പോൾ നമുക്കൊരു ലിപ്സ്റ്റിക് ഇട്ട എഫക്റ്റൂടെ കിട്ടും. അപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക് ഒന്ന് കോളേജിലൊക്കെ പോകുമ്പോൾ നമുക്ക് ലിപ്സ്റ്റിക് ഒന്നും ഇടേണ്ട ആവശ്യമില്ല, നമുക്ക് ഇതിട്ടാൽ മതിയായിരിക്കും. കാരണം ഇതിട്ട് കഴിയുമ്പം ലിപ്പ് നന്നായിട്ട് ഗ്ലോ ആവുന്നതായിരിക്കും. നിങ്ങൾ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 months ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും വിഷ് കെയറിൻ്റെ ഈ ലിപ് ബാമിൽ. നെക്സ്റ്റ് വന്നിട്ട് ഡീകൺസ്ട്രക്റ്റിൻ്റെ ലിപ് ബാമാണ്. ഇത് വന്നിട്ട് എൻ്റെ ഫ്രണ്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് എനിക്ക് അവളെന്നോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കാണാനും പറ്റും അവളുടെ ലിപ്പിൽ നല്ല പിഗ്മെൻറ്റഡ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് റെഡ്യൂസ് ആയി കുറച്ച് കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. ഇത് വന്നിട്ട് SPF 30+ ബ്രൈറ്റനിങ് ലിപ് ബാമാണ്. ഇത് രണ്ടും എല്ലാവർക്കും അറിയാമായിരിക്കും. ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ ആപ്പുകളിലും ഇത് അവൈലബിൾ ആണ്. ഈ 2 ലിപ് ബാം നമ്മുടെ പിഗ്മെൻറ്റേഷൻ നന്നായിട്ട് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന 2 ലിപ് ബാമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി ഓൾമോസ്റ്റ് എല്ലാവരുടെ കയ്യിലും ഡീകൺസ്ട്രക്റ്റിൻ്റെയും വിഷ് കെയറിൻ്റെയും ഒക്കെ ലിപ് ബാം ആയിരിക്കും. നന്നായിട്ട് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കുന്ന 2 ലിപ് ബാമുകളാണിത്.